ഹായ് കൂട്ടുകാരി. അപ്പം നമ്മൾ ഇന്ന് രാവിലെ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് ദിവസമായാലും വിളക്കൊക്കെ കത്തിച്ചിട്ട്, അപ്പോൾ രാവിലെ നമ്മൾ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഇന്ന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമായിരുന്നു കേട്ടോ. 2013 എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ ദിവസം നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വിളക്ക് വെക്കണം, പിന്നെ എന്താ കുറച്ച് സാമ്പ്രാണിയൊക്കെ വെച്ച് കത്തിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് കുഞ്ഞ് രാവിലെ അവനാണ് ഇതെല്ലാം ശരിയാക്കുന്നത്. ഞാനും രാവിലെ കുളിച്ചു, അവനും രാവിലെ കുളിച്ചു. പിന്നെ അവനാണ് ഇതെല്ലാം ശരിയാക്കി കൊടുക്കുന്നത്. തണുപ്പ് അത് കാരണം എനിക്കിപ്പോൾ പനി അടിച്ചൊരു ലക്ഷണമുണ്ട് കേട്ടോ. എനിക്ക് നല്ല തണുപ്പ് പറ്റുന്നില്ല. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞിരുന്നിട്ടും കഥയില്ലല്ലോ. അപ്പം നമ്മളവിടെ എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ പൂക്കളൊക്കെ വിളക്ക് മോനെ ആദ്യം കത്തിച്ചതിന് ശേഷമാണ് ഇങ്ങനെ പൂക്കളൊക്കെ പറക്കിയിടുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു, മോനെ തണുപ്പൊക്കെ കുളിക്കുകയൊന്നും ചെയ്യല്ലെന്ന് പറഞ്ഞാൽ 6:45 ആയപ്പം കേട്ടോ. ഞാനപ്പോഴത്തേന് കുളിയൊക്കെ കഴിഞ്ഞു, വിളക്ക് കത്തിയിലും കഴിഞ്ഞു. അമ്മ തണുപ്പായതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. ഇപ്പോഴാണേലും ചെറിയ ചാറ്റലുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഒത്തിരി ദിവസം നമ്മൾ വിളക്ക് കത്തിച്ചിട്ട്, പിന്നെ അച്ഛൻ്റെ ഓർമ്മ ദിവസം കൊണ്ടല്ലേ, അപ്പോൾ വിളക്ക് കത്തിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ വിളക്കും കത്തിച്ച്. ഇപ്പോൾ മോനും ഞാനും കൂടാണ് രാവിലെ പിന്നെ അവനും കുളിച്ച് ഞാനും കുളിച്ച്. മഴയാ തണുപ്പാന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കഥയൊന്നുമില്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അച്ഛന് പൂക്കളൊക്കെ വെച്ചു, കുഞ്ഞും പൂക്കളൊക്കെ ഇട്ട്. പിന്നെ കുറേയാണ് എല്ലാവരും ഇട്ടത് കേട്ടോ. അപ്പോൾ രാവിലെ ഇത് ഇത്രയും ചെയ്താൽ പിന്നെ സൗകര്യം പോലെ എല്ലാവർക്കും ഇടാമല്ലോ. അതാണ് പിന്നെ നമ്മളങ്ങനെ നോക്കിയത്. പിന്നെ അമ്മ വന്നില്ല. അമ്മയ്ക്ക് ഇതിലൊന്നും അങ്ങനെ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അച്ഛൻ മരിച്ചതിന് 3 വർഷം വായന നടത്തി, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം അമ്മ ഈ ഒരു ദിവസം അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അത് വേറൊരു ക്യാരക്ടറാണ് കേട്ടോ. ഓരോരുത്തർക്കും ഒരേ രീതിയാണല്ലോ. അപ്പം അതുകൊണ്ട് അമ്മ വന്നില്ല. ഞങ്ങൾ പിന്നെ അച്ഛൻ ആ കാലം കൂടെ 2014 തൊട്ട് നമ്മളിങ്ങനെ വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം തൊട്ട് ആ ഒരു നാളിൽ അച്ഛൻ അമ്പലത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും എല്ലാം നടത്തിയതിന് ശേഷം നമ്മുടെ വീട്ടിലിങ്ങനെ വിളക്കൊക്കെ വെക്കും. പിന്നെ രാവിലെ ഈ വഴിപാട് നടത്തിയതിൻ്റെ പായസം നമുക്ക് കിട്ടും, അത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് അച്ഛന് കൊടുക്കും. അതെന്തായാലും ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അത്രയും എൻ്റെ അച്ഛന് വേണ്ടി ചെയ്യുമെന്നുള്ളത് അതെൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ചിന്തിച്ചെടുത്താണ്. ഞാൻ അഥവാ ചെയ്തില്ലെങ്കിലും എൻ്റെ മക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതിപ്പം ഞാൻ ആശ്രയിരുന്നപ്പോൾ വഴിപാടിനുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ് പോയി അമ്പലത്തിൽ പോയി ചെയ്തത്. കാരണം നമ്മൾ 2 ദിവസത്തേക്ക് മുമ്പ് തലേന്ന് ചെന്ന് പറയണമെങ്കിൽ ആ ഒരു നാളിലേക്ക് അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അന്നേരം ചെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല, 2 ദിവസത്തേക്ക് മുമ്പായിട്ട് പറയണം. അങ്ങനെയാണ് അത് ചെയ്യുന്നവർക്കറിയാം, ഇല്ലാത്തവർക്കറിയില്ലല്ലോ. അങ്ങനെ പിന്നെ പക്ഷേ നമ്മളങ്ങനെ ഞാനിങ്ങനെ ചെയ്യും കേട്ടോ. ഞാൻ 1 വർഷത്തോളം അച്ഛൻ്റെ അസ്ഥി വീട്ടിൽ വെച്ചിട്ട് മുറ്റത്ത് വെച്ചിരുന്നിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. 1 വർഷം കഴിഞ്ഞാണ് അസ്ഥി ഒഴുക്കിയതൊക്കെ. ഒരു പേപ്പർ എടുത്തോണ്ടോ അത് കത്തിച്ച് വെച്ചു. അങ്ങനെ രാവിലെ നമ്മൾ വിളക്കത്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ മൂത്ത മോനും കൊച്ചുമോനും വന്നത്. കാരണം മരുമോൾ ജോലിക്ക് പോയപ്പോൾ ഇന്നിച്ചിരി താമസിച്ചു. അന്നേരം അവളെ അങ്ങോട്ട് കൊണ്ടുവിട്ടിട്ടാണ് മോനൊക്കെ വന്നത് കേട്ടോ. അവളും വരാനിരുന്നതായിരുന്നു. ഈ മഴ കാരണം കുഞ്ഞുങ്ങളും താമസിച്ചു. അന്നേരം ഇവിടെ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് അവൾക്ക് സമയം പോകും. അതുകൊണ്ട് പിന്നെ അവളങ്ങ് പോയി വൈകുന്നേരം വന്നോളാം അമ്മയെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവൾ പോയത്. അപ്പോൾ കുഞ്ഞുങ്ങളും പൂക്കളിടാൻ എൻ്റെ അച്ഛന് ഏറ്റവും ഇഷ്ടമായിരുന്നു അവൻ പൂവിടുന്നത് കേട്ടോ. ആദ്യമേ അവനെ ഞങ്ങൾ വിളിച്ചപ്പോൾ അവൻ എണീറ്റ് കുളിയൊന്നും ആയില്ല എന്ന് പറഞ്ഞ് 6:30-6:45 അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കുളിയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ കുഞ്ഞിനെ കൊണ്ട് വിളക്ക് കത്തിക്കട്ടെ എന്ന് പറഞ്ഞു. ആ അമ്മ കത്തിച്ചോ, ഞാൻ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ എനിക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് അത് രാവിലെ അങ്ങ് ചെയ്യണം, കുളിച്ച് നനച്ചത് രാവിലെ ചെയ്യണം കേട്ടോ. അങ്ങനെ രാവിലെ നമ്മുടെ ചക്കിപ്പെണ്ണും അപ്പൂപ്പന് പൂക്കളൊക്കെ ഇട്ടു. പൂക്കളിടാൻ നേരത്തെ ചാടി കയറാനാവുന്നത് കേട്ടോ. അവൾ ഇക്കപ്പോഴും അവിടെ പോയിരുന്ന് ഇങ്ങനെ കളിക്കും. അച്ഛൻ്റെ അവിടെ ആ നടുക്ക് കയറിയിരുന്ന് കളിക്കും കേട്ടോ. അത് ദേഹത്ത് കയറിയിരുന്ന് അവൾക്ക് ഭയങ്കര ഇഷ്ടം അവിടെ അങ്ങനെ ഇരുന്ന് കളിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ കുഞ്ഞിയും നമ്മുടെ കുടുംബത്തെ എൻ്റെ മോൾക്ക് ശേഷമുള്ള പെൺതരിയാണ് അവൾ കേട്ടോ. അപ്പോൾ അവളും അങ്ങനെ അച്ഛന് പൂക്കളൊക്കെ ഇട്ടു. എൻ്റെ അച്ഛന് ഒത്തിരി ഇഷ്ടമായി കാണും, എൻ്റെ അച്ഛന് ഭയങ്കര സന്തോഷമൊക്കെ ആയി കാണും. അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് മക്കൾ 3 പേരും കൂടെ, ഒരാൾ മൂത്തമ്മ പണിക്ക് പോയി, ബാക്കി 2 പേർക്കൊന്നും പണിയില്ലായിരുന്നു. ഇപ്പോൾ കടയിലോട്ട് പോകാനെ കൊണ്ട് പോയി.
അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോനെ കണ്ടില്ലെന്ന് പറഞ്ഞ് ദേ പോകുന്നവന്. അവന് ക്യാമറയുടെ മുന്നേ വരുന്ന ഭയങ്കര നാണമാണ് കേട്ടോ. അതാണ് അവനെ അങ്ങനെ കിട്ടാത്തത്. ഉപ്പുമാവാണ് രാവിലെ കഴിക്കാൻ നമുക്ക്. ഉപ്പുമാവ്, പപ്പടം, പഞ്ചസാര, പഴം പിച്ചാനെ കൊണ്ടുപോയി നമ്മുടെ വാഴക്കൊലയിൽ നിന്ന് എവിടെയാ പഴം പഴം അതെ ആ കിട്ടി. താങ്ക് യു. അപ്പം അങ്ങനെ നമ്മുടെ പഴവും എടുത്തു. നമ്മൾ കൊല വെട്ടാൻ പോവാ കുട്ടിക്കറി കാരിച്ചാവേ കൊല. ഇതാണ് നമ്മളെ കൊല. താഴെ ഒന്നും വരത്തില്ല. ഉണ്ടോ കൊല അവന്ന വീഴും. കുട്ടിവെച്ച് വേണം. ഓന്ത നമ്മൾ ചാമ്പമരം ഉണ്ടോ? ചാമ്പത്തെ ഇക്കണുണ്ടോ കാരിച്ചാവേ? കാരിച്ച കാണിട്ടില്ല. എന്തോ എന്തുവാ കൊല വെട്ടാൻ പോവാ. കാണോ പാവം പെട്ടെന്ന്. ആ കജി മതി മാറ വരട്ടെ. എടുക്കോ വിട്ടേ ആ അടിയോട്ട് വഴക്കമുണ്ടല്ലോ. ഓ ചക്കി ഒന്ന് നോക്കിച്ചേ. അപ്പൂപ്പൻ തുണി അയച്ചു. അപ്പൂപ്പ എന്തുണ്ട് വിറ്റേച്ചു? നമ്മുടെ വീട്ടിലുണ്ട് നമ്മൾക്ക് കൊക്കൻ്റെ കൂടോണ്ട് കൊക്കുണ്ടോ തോന്നോ ഓൻ്റെ കൊക്ക് കാണത്തില്ലേ? കാണുന്നില്ല. അതെ കണ്ടോ നമ്മളെ കൊക്കു
കൊക്ക് വന്നു പോയി. നമുക്ക് വീട്ടിൽ പോവാം. കൊച്ചിനെ ഞാൻ പോയില്ല. വലയൊക്കെ പോയി, വലയൊക്കെ കൊണ്ടുപോകണം. അങ്ങോട്ട് പോകുന്നു. അവിടെ ഇന്ന് 2-3 വാഴപ്പഴം വെട്ടിപ്പം പിന്നെ അതായത് വാഴയും വെട്ടി, അത് ഒരു ഒരെണ്ണം അങ്ങ് ചരിഞ്ഞു. അപ്പം പിന്നെ അതും വെട്ടി. കടിയനുറുമ്പ് രുചി ഉണ്ടില്ലേ? മൊത്തം കടി ഉറുമ്പ. കുഞ്ഞാടല്ലേ ഉറുമ്പ. കാലിലങ്ങനെ കൊണ്ടിട്ട് വീടിന്റെ അവിടെ ഒന്നും പോകാനൊക്കത്തില്ല. കുടലൊക്കെ എന്താ അത് കൊച്ചു താക്കോലും ഉണ്ടായിക്കാണ്. വെളിയിലല്ല കുടലി വെക്കത്തില്ല അവള്. വിളിച്ചു ചോദിച്ചോണ്ടോ? ഇല്ല, ഞാനിടാ അവിടെ അതും വെട്ടിക്കളടാ, ആ വാഴവള്ളിയും കൂടെ. ആഹാ, ഞാൻ കണ്ട് ഇവിടെ നിന്നത് വെറുതെ ഇങ്ങോട്ട് ചെരുപ്പ് കിട്ടുകൊണ്ട്. ഓ, ഇന്നത്തെ കഷ്ടം, എന്തോ ഒരു കഷ്ടം. ചക്കി ചിലക്ക് മടിയാനൊക്കെ ഉണ്ടോണ്ട്. ആ സുമയുടെ ചക്കളി മൂക്കും. മിഷീൻ കൊണ്ടിട്ടൊന്ന് ഷെയ്പ്പാക്കാം. എണ്ണ കൊണ്ടിട്ട് ഷെയ്പ്പാക്കിയാൽ പിന്നെ ഇപ്പം കറക്റ്റ്. ഇച്ചിരി നീളം ഉണ്ടല്ലോ ഉള്ളില്. അയ്യോ, അമ്മമ്മയുടെ സ്വത്ത്. അയ്യോ, മഴ പെയ്യും നോക്കി. നിങ്ങളുടെ കുഞ്ഞിന് പിറന്നാളിന് കിട്ടിയ ഉടുപ്പുകളാ. രാവിലെ നമുക്കിനി ആശുപത്രിയിൽ ഒന്നുകൂടെ പോകണം. അതിന് പോകാനൊക്കെ ഒടുങ്ങിയതാണ്. ഇങ്ങേരും കൂടി ഗുളിക കഴിക്കേണ്ടത് കഴിക്കട്ടെ. ആ, പിന്നെ എൻ്റെ മരുമകൾ കളിയാക്കും, ആശുപത്രിയിൽ പോകുമ്പോഴും വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എൻ്റെ മോതിരം. വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവച്ച് അങ്ങോട്ട് കയറട്ടെ. അപ്പോൾ ദേ നമ്മൾ ആശുപത്രിയിലോട്ട് കയറി പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് കൈയൊക്കെ പതിപ്പിച്ചിട്ട് നേരെ നമ്മൾ തിരിച്ച് പിന്നെ പോരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് മോളെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചിട്ട് വന്ന് ഇവിടെ നിൽക്കുവാണ്. ആശുപത്രിയിലോട്ട് കയറിയില്ല, നേരെ ഇപ്പുറത്ത് നിന്ന്. അപ്പോൾ ഏട്ടൻ അവിടെ പോയി കടയിൽ നിന്ന്, ആശുപത്രിക്കകത്തെ കടയിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക. പെണ്ണിറങ്ങിയില്ല ഇതുവരെ. ഇപ്പോൾ 2 മണി കഴിഞ്ഞു. 1:30 വരെ ഡ്യൂട്ടിയുള്ള പെണ്ണ. ഇതുവരെ ഇറങ്ങിയില്ല. ഇന്ന് തിരക്കായിരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ. മണി 3 ആയി. 1:30 ഇറങ്ങുന്നോളാം. 2:24. ഏ, 1:45 തൊട്ട് ഇവിടെ വന്ന് കിടക്കുക. ഇങ്ങനോട് ഞാൻ പറഞ്ഞോ കൊണ്ടുകൊണ്ട് വാങ്ങ. എപ്പോഴേ എന്നാ ഞാനിപ്പം ഇവിടുന്ന് ഇറങ്ങി വരാൻ പറ്റൂ. ഇന്ന് അവർ ഇന്നലെ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞു. പിന്നെ വരുന്നെന്ന് മനുഷ്യൻ എന്നെ കണ്ണു വെച്ച് കൊള്ളത്തില്ല. ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, അമ്മ നടക്കണമല്ലോ. ചാച്ചി വിളിച്ച് നീങ്ങുമ്പോ അങ്ങോട്ട് ഇത്ര നേരം കൊണ്ട് അപ്പം ഇതാണ് എൻ്റെ മോള്.
വീഡിയോ നോക്കണ്ടായിരുന്നു.